നമസ്കാരം. മഹാരാഷ്ട്രയിലെ സോളാപൂരിലുള്ളത്. ഞങ്ങളിന്ന് കർണാടകയിലെ വിജയപുരയിലേക്ക് ഒരു യാത്ര ചെയ്യാണ്. വിജയപുരയിലേക്ക് ഞാനും നവീൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വിജയപുരയിലേക്ക് ഒരു 100 കിലോമീറ്ററിന്റെ അത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട്. 11:20 ഇപ്പൊ സമയം ഒരു 10 മണിയോട് അടുത്തു. 11:20 ഇവിടുന്ന് അവിടത്തേക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കിയ സമയത്ത് കണ്ടു. പക്ഷെ അവിടെ പോയിട്ട് നമുക്ക് അന്വേഷിക്കണം, ആ ട്രെയിൻ ഉണ്ടോന്ന് നോക്കണ്ട. അത് അവിടെ എൻക്വയറിയിൽ പോയി ചോദിച്ചോ ആദ്യം. അതെ, അപ്പൊ ആ വണ്ടി ഉണ്ടെങ്കിൽ അതിന് പോവാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിജയപുരത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടില്ലേ, ഓട്ടോ ചേട്ടന്മാർ എവിടെ പോയി കഴിഞ്ഞാലും, അതിപ്പോ ഇന്ത്യയിലെ ഏത് നഗരത്തിൽ പോയി കഴിഞ്ഞാലും റൂം വേണോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പൊ ചോദിക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ വേണോ. അതായത് ആ ട്രെയിനിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ NTSയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇവിടുന്ന് തൊട്ടിതാ ഈ മുന്നിൽ കാണുന്ന ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നല്ല തിരക്കാണ് ഈ സമയത്ത്. അവിടെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം. അവിടെ സോളാപൂർ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഭാഗം ഈ കാണുന്നതാണ്. ഇതാണ് സോളാപൂർ റെയിൽവേ സ്റ്റേഷൻ. സോളാപൂർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇതിന് 2 എൻട്രി ഗേറ്റ് ഉണ്ട്. ഒന്ന് അതിലൂടെ ഉണ്ട്, ഒന്ന് ഇതിലൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു ലോക്കോമോട്ടീവിന്റെ ഇതൊക്കെ ഒന്ന് കാണണ്ടേ, അതുകൊണ്ട് നമുക്ക് അതിലൂടെ കയറാം. ആ ഒരു എൻട്രിയിലൂടെ കയറാം. ഇതാണ് ആ പറഞ്ഞ ഒരു പഴയ ആദ്യകാലത്തെല്ലാം ഓടിയ ഒരു എൻജിൻ. ഇതിവിടെ ഇപ്പം സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളിയായി ഇതൊക്കെ. ഇതിപ്പോ ഒട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതേപോലെയുള്ള ലോക്കോമോട്ടീവുകളൊക്കെ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്. പിന്നെ അവിടെ വേറൊരു സ്റ്റാച്ചു ഉണ്ട്. അതാ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഇതാണ്. അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഗേറ്റ് വഴി അകത്തോട്ട് കയറാം. എൻട്രി ഗേറ്റ്. സോളാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു ഭാഗം. നല്ല വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് പോയി ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ ആദ്യം പോയവിടും നമ്മൾ എൻക്വയറിയിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു ട്രെയിൻ ഉണ്ടോ ചോദിച്ചു. അതുണ്ട്, അത് ഡെയിലി ഓടുന്ന ഒരു ട്രെയിൻ തന്നെയാണെന്ന് അവർ പറഞ്ഞു. അതായത് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ട്രെയിൻ ഉണ്ടോ എന്നൊരു ഡൗട്ട്. എനിക്ക് ഒരു പക്ഷേ ട്രെയിൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ്സിന് പോകാൻ തന്നെയായിരുന്നു ഒരു തീരുമാനം ഉണ്ടായത്. കാരണം നമ്മുടെ കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആയാലും പോവാലോ. ട്രെയിനെടുത്ത് തന്നെ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. 11:20 ട്രെയിൻ. അതായത് സോളാപൂരിന്ന് ഒസാപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന എക്സ്പ്രസ്. അപ്പൊ 55 രൂപയായി ഞങ്ങൾക്ക് ഒരാൾക്ക് അവിടത്തേക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ സമയം ഒരുപാട് ഉണ്ട്, 1 മണിക്കൂറിന്റെ അധികം ഉണ്ട്. എന്നാലും അതിനകത്തോട്ട് കയറാല്ലേ. വണ്ടി ഇവിടെ ഓൾറെഡി അവിടെ നിന്ന് 9:30 ഇവിടെ എത്തുക. വണ്ടി അത് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവിടെ 113:05 11:20 4 നമ്പർ പ്ലാറ്റ്ഫോം ആണ്. 2 നമ്പർ പ്ലാറ്റ്ഫോം അല്ല, 4. ഇനിയിപ്പോ എന്നാ പിന്നെ നേരെ 4 നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ 2 ചായ വാങ്ങി. നല്ല ചൂട് ചായ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്. പുറത്ത് ചെറിയ തണുപ്പുണ്ടല്ലോ, ഒരു ചായ കുടിക്കാന്ന് കരുതി രാവിലെ ആയിട്ട്. ഇത് ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇനിയിപ്പം ഇവിടെ തന്നെ 2-3 ബിസ്ക്കറ്റും കേക്കൊക്കെ വാങ്ങി. കാരണം പോകുന്ന വഴിയിൽ എന്തെങ്കിലും കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ. ഇല്ല, നമുക്ക് ആ ഒരു 2 മണിക്കൂർ യാത്രയാണ്. ഇവിടെ തന്നെ നല്ല പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. ഇതാ ഈ മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ നല്ല എന്താ പറയുക ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഇത് കന്നഡയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ മറാത്തി എഴുതേണ്ടതാണ്. ഇത് ആരോ കൊണ്ടേ പണി വെച്ചാണ്. കന്നഡ രാജ്യോത്സവ ശുഭാശയಗಳು എന്നൊക്കെ എഴുതി. അതായത് നമ്മുടെ കേരളപ്പിറവി ആശംസകൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇത് കന്നഡ ജീവ എന്നൊക്കെ പറഞ്ഞിട്ട്, ജീവ കന്നഡ നാട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കന്നഡയിൽ. ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. 4 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ്. ഒന്നൊക്കെ വരുന്ന അങ്ങ് അവിടെയാണ്. നല്ല രസമുണ്ട് ഇറങ്ങിപ്പോവാൻ. പക്ഷെ ഇത് വലിയ വഴുതിക്കിട്ട് വീഴൊന്നുമില്ല. കാരണം ഇതിനൊരു ഇതുണ്ട്, ഇങ്ങനെ ഇതുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്രിപ്പ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇതേ മെമു നമുക്ക് പോകണ്ട. മെമു എന്നല്ല ശരിക്കും പറയണ്ടത്, MEMU എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളെല്ലാരും മെമു അല്ലേ നവി? മെമു പറഞ്ഞ് ശീലിച്ചു. സോളാപൂർ എന്നുള്ളൊരു നെയിം ബോർഡ് ഇവിടെ ഉണ്ട്. സോളാപൂരിന്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് SUR എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ ഇവിടെ. ഇപ്പം ഈ വണ്ടിയൊക്കെ എക്സ്പ്രസ് ആണല്ലോ. ഇതൊക്കെ നോർമലി ശരിക്കും പറഞ്ഞാൽ 25 രൂപയേ ഉള്ളൂ ഇതിനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത്. ഇപ്പോൾ എക്സ്പ്രസ് ആക്കിയോണ്ട് മിനിമം ചാർജ് കൂട്ടി.
55 രൂപയായി. നമുക്കിതിൻ്റെ നല്ലൊരു സീറ്റുള്ള അടുത്ത് കയറിയിരിക്കാം. ICF ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. എന്നാൽ പിന്നെ അധികം ഒന്നും പോകണ്ട, ഇവിടെ എവിടെയെങ്കിലും കയറാം. നല്ല സീറ്റിംഗ് ആണല്ലോ, കുഷനിങ് ആണല്ലോ. ഞാൻ വിചാരിച്ചു നോർമലി എന്താ പറയുക, നല്ല ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലാന്ന്. നല്ല കുഷനിങ് തന്നെയാണ് സീറ്റിംഗ് ഒക്കെ വരുന്നത്. എവിടെയെങ്കിലും ഇരിക്കാം. അപ്പുറത്ത് ഇതിനെക്കാട്ടി നല്ല ഇതാണ്. അപ്പുറത്തുണ്ടോ വേറെ? അത് നമുക്ക് ഇത് പുറത്തേക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നല്ല രീതി വേണ്ടേ അല്ലേ? സിംഗിൾ ആയിട്ടില്ല അല്ലേ? അല്ല, ഈ ഒരു കോച്ച് നോക്കിയേ, ഇത് കുഷനിങ് അല്ല, ഇത് കുഷനിങ് അല്ല കേട്ടാ. വേണ്ട, അപ്പൊ നമുക്ക് ഇതിലിരിക്കണ്ട. ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഇതാ വൃത്തി എന്ന് പറഞ്ഞാല് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കാം അല്ലേ? ഞങ്ങൾ രാവിലെ ഒരു കേക്ക് വാങ്ങിച്ചിരിക്കുകയാണ്, ഒരു ചോക്ലേറ്റ് കേക്ക്. പിന്നെ ഇവിടെ എന്താ പറയാ, അധികം ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് അല്ലേ നമുക്കൊരു ലഘുവായിട്ട് ഒന്നും കഴിക്കാം. പിന്നെ ഈ പുറത്തൊന്നും വലിയ ഹോട്ടലൊക്കെ നോക്കണമെങ്കിൽ ഒന്ന് പുറത്ത് പോകണം. പിന്നെ ഫുഡ് ട്രാക്കിൽ കാര്യമായിട്ട് ഭക്ഷണം നിൽപ്പില്ല. ഞങ്ങളെ അന്വേഷിച്ച സമയത്ത് അധികമായിട്ട് ആൾക്കാരൊന്നും നിലവിൽ വന്നിട്ടില്ല. 40 മിനിറ്റ് കൂടി ഉണ്ട് ഇനി എന്താ പറയാ വണ്ടി പുറപ്പെടാൻ വേണ്ടിട്ട്. ബാഗ് വെക്കേണ്ട സ്പേസ് അവിടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഒന്നും അങ്ങോട്ട് നോക്കാനും പറ്റില്ല അധികം. അതുകൊണ്ട് ഞങ്ങൾ ഈ താഴെ വെച്ചു. അതായത് ഇവിടെ നമ്മൾ പത്രമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പത്രം ഇവിടെ വിരിച്ച് അതിന്റെ മേലെ നമ്മുടെ ബാഗ് വെച്ചു. കാരണം വൃത്തി വേണമല്ലോ. നേരെ ഇവിടെ നിന്ന് വെച്ചാലൊന്നും ശരിയാവില്ല. അവിടെ നിന്ന് വലിയ വൃത്തിയൊന്നും ഇല്ലല്ലോ. വണ്ടി പുറപ്പെടട്ടെ. ഇനി കറക്റ്റ് 11:20 തന്നെ സോളാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി വിജയപുരയിലേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. അതിനുള്ളിൽ തന്നെ 11 സ്റ്റോപ്പുകളുണ്ട്. 11 സ്റ്റോപ്പിലും നിർത്തിയേ വണ്ടി പോകുള്ളൂ. സോളാപൂർ. ഇപ്പൊ സോളാപൂർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. നല്ലൊരു ലേക്കാണ്. നല്ല രസമില്ലേ? KSR ബംഗളൂരു മുംബൈ CSMT ഉദ്യാൻ എക്സ്പ്രസ്. റെയിൽവേ സ്റ്റേഷനിലെത്താനായി. WAG-12 നിലവിലിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ലോക്കോ ഇതാണ്. ഈ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വരുന്നത് ആ ഒരു സൈഡിലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ. സ്റ്റേഷൻസ് എല്ലാം വരുന്നത് ആ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് നമുക്കിനിപ്പം പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നല്ലൊരു വിൻഡോ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അതായത് മെമുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ മെമു ആയാലും ഡെമോ ആയാലും ഇങ്ങനെയല്ല ഉണ്ടാവുക. ഒരു ചെറിയ ആ വിൻഡോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. മതി ആ ഒരു പ്രശ്നമുണ്ട്. മൊത്തം ചെറിയൊരു നെറ്റ് പോലെയാണ്. അതെ. ഇത് പിന്നെ എമർജൻസി പോലത്തെ നല്ല കിടിലനായിട്ട് ക്യാപ്ചർ ചെയ്യാം. ജംഗ്ഷൻ ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മളുടെ ഇത് ആദ്യം വിചാരിച്ചത് മെമു ആണ്. ഇത് മെമു അല്ല, ഡെമോ ആണ്. DEMU. ഈ പഞ്ചസാര ഉൽപാദനം സോളാപൂരിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഭാഗത്ത് മുഴുവൻ കരിമ്പേ ഉള്ളൂ. ആ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തി.
ഈ സ്റ്റേഷൻ നോക്കുമ്പോൾ കാണുന്നത് നല്ല കൃഷിപ്പാടാണ്. ഇതാ എന്താ രസമല്ലേ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ. ഈ ഒരു റിവറില്ലേ, ഈ ഒരു റിവർ കഴിഞ്ഞാടും നമ്മൾ കർണാടകയിലോട്ട് കയറും. ഇതാണ് ബോർഡർ. ഭീമ എന്നാണ് ഈ ഒരു റിവറിന്റെ പേര്, ഭീമ റിവർ. വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകയിലേക്ക് നമ്മൾ കയറുകയാണ്. താഴെ മൊത്തം കരിമ്പ് കൃഷിയാണ്. റിവർ നേരത്തെ കഴിഞ്ഞു, പക്ഷെ പാലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാ പാലം കഴിയുന്നത്. ഭീമ എന്നുള്ളൊരു ഭീമ. ഈ സോളാപൂര് വിജയപുര റൂട്ടിലത്തെ ഒരു മെയിൻ സ്റ്റേഷനാണ് ഹിന്ദി റോഡ്. ഇവിടുന്ന് ഇതാ വണ്ടി എടുത്ത് ഹിന്ദി റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു 5 മിനിറ്റോളം വണ്ടി നിന്നു. ഇതിലൂടെ തന്നെ റോഡും ഉണ്ട്. ഇതാ സോളാപൂരിൽ നിന്ന് 109 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വിജയപുര റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 1:47. ബിജാപൂർ വിജയപുര. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങാം. വലിയൊരു റെയിൽവേ സ്റ്റേഷനല്ലേ. റൂഫൊക്കെ ഉണ്ട്, പ്രശ്നമേ ഇല്ല. വിജയപുര ഇത് നമ്മൾ വന്ന ഡെമു. ഇതിനിപ്പോൾ ഇവിടുന്ന് 2:15 എടുക്കുള്ളൂ. കുറേ നേരം ഈ വണ്ടി ഇവിടെ നിർത്തും. കാരണം ഭാഗ്യം ഇനി വേറെ ലോങ്ങിലേക്കൊന്നും പോവാത്ത നന്നായല്ലേ. പിന്നെ നമ്മുടെ ഈ ഒരു ട്രെയിൻ ഡെമു ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഡെമു എന്നാണ് പറയുന്നത്. DEMU എന്ന് തന്നെ പറയണം. അങ്ങനെ പറയണം. ഈ വണ്ടി ചെറിയ, അതായത് ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്ന വണ്ടിയൊന്നുമല്ല, വളരെ എന്താ പറയുക ലോങ് ആയിട്ട് പോകുന്ന ഒരു ട്രെയിനാണ്. അതായത് സോളാപൂരിൽ നിന്ന് ഹോസ്പെറ്റ് വരെ 386 കിലോമീറ്ററാണ് ഈ ട്രെയിൻ ഓടുന്നത്. അതായത് 11 മണിക്കൂർ കൂടുതലുണ്ട് യാത്ര. രാവിലെ 11:20 അവിടെ നിന്ന് കയറിയിട്ട് രാത്രി 10 മണി കഴിയുന്നത് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. അതെ അതെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഫുൾ സ്ട്രെച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മടുത്തു പോകും. അല്ല അതുകൊണ്ട് അതിൽ ടോയ്ലറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ഒരു എന്താ പറയുക ലോങ് യാത്ര ആയതുകൊണ്ടായിരിക്കാം പ്രൊവൈഡ് ചെയ്തത്. ഇത് വിജയപുര യശ്വന്തൂർ എക്സ്പ്രസ്. ഇത് നമ്മളിപ്പോൾ വന്ന ഡെമു. വിജയപുര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. വിജയപുര എന്നുള്ള ഒരു നെയിമിൻ്റെ ഇതൊക്കെ ഉണ്ട്. അവിടെ രാത്രിക്കാകുമ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് കുറേ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട്. അത് ഈ ഒരു വഴി പോവാം. ഇനിയിപ്പം ഈ ഒരു വിജയപുരനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു വിജയപുര. വിജയപുര എന്ന് പറഞ്ഞാൽ ആദിൽ ഷാഹി എന്നൊരു രാജവംശമാണ് ഇവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭരണാധികാരികൾ നിർമ്മിച്ച ഒരുപാട് വാസ്തുവിദ്യ പ്രാധാന്യമുള്ള ഒരുപാട് ചരിത്ര നിർമ്മിതികൾ നമ്മുടെ ഈ ഒരു വിജയപുര നഗരത്തിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ഗോൾ ഗുംബസ്. അപ്പം നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അതായത് റെയിൽവേ സ്റ്റേഷന്, വിജയപുര റെയിൽവേ സ്റ്റേഷന് വെറും 800 മീറ്റർ മാത്രം നമുക്ക് നടന്നു പോകാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. പക്ഷേ പോകുന്നതിന് മുന്നേ ഞങ്ങളിവിടെ വിജയപുര റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. അപ്പം എന്താ പറയുക,
ഒന്നാകെ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അത് മിക്കവാറും ക്ലോസ് ആവാനാണ് ചാൻസ്. കാരണം നമുക്ക് അതിനകത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അവിടം വരെ പോയി നോക്കാതെ, കാരണം അവിടെ പള്ളിയൊക്കെ ഉള്ളതാണ് ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. യെസ്. ഇനിയിപ്പം നേരെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഈ ഒരു ഓട്ടോ പോകുന്ന വഴി ഇതുവഴി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നേരെ ഇതുവഴി തന്നെയാണ് പോകേണ്ടത്. ഗോൾഡ് കോമ്പസ് അങ്ങ് അവിടെ നേരെ നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റോഡ് വഴി പോവാം. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇതാ ട്രാക്ടറൊക്കെ ഉണ്ട്. വലിയ വഴി കണ്ടിട്ട് വലിയ മോശമായിട്ട് തോന്നുന്നില്ല. ഇത് എന്താ ഒരുമാതിരി ഈ തെരുവ് നായ്ക്കളെ പേടിക്കാനുള്ളൂ, വേറെ ഒന്നും പേടിക്കാനില്ല. അത് വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. അല്ല, അത് രാത്രിയാണ് പ്രശ്നം. രാത്രിക്കാണ് വീണ്ടും അതിൻ്റെ അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. രാത്രിക്ക് നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാന്ന് തോന്നില്ല. ലൈറ്റുകളൊക്കെ ഉണ്ട്. ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇതെന്താ റെയിൽവേ സ്റ്റേഷൻ്റെ ആയിട്ടാണോ? എന്തോ ഒരു ബിൽഡിങ് പണിയുന്നുണ്ട് ഇവിടെ. അത് ശരി തന്നെ. ഇത് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗം ഇനിയിപ്പോ ഇങ്ങോട്ടാവും തോന്നല്ലേ. ആ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ വിജയപുര റെയിൽവേ സ്റ്റേഷൻ അട്ടിമുടി മാറുകയാണ്. ഇതേ ഇങ്ങനെ ഇനി ഉണ്ടാവുക. ഇത് ആയ ശേഷം നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊന്നും കൂടെ വരാം. നമുക്കിനിപ്പോ നേരെ പോവാം. റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് വന്ന വഴി ഇതാണ്. ഇവിടെ ഒരു കോട്ടന്റെ ഇത് നിർമ്മിതൊക്കെ ഉണ്ട്. ഇതാ ഇതിന്റെ മേലെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. നമ്മളിനിപ്പോ നേരെ ആ റോഡുമായിട്ട് ജോയിൻ ചെയ്യും തോന്നുന്നു. നേരെ അങ്ങോട്ട് തന്നെ പോകുന്നതിന്. ഈ വാക്കിംഗ് ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഗള്ളി വഴി കാണിക്കുക. ഞങ്ങള് കാറിന്റെ വെച്ചിട്ടാ പോകുന്നത് ഗൂഗിൾ മാപ്പില്. അല്ല, അത് ഒരു പ്രദേശം കണ്ട സ്ഥിതിക്ക് നമ്മള് കൂടുതൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ 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 അതെ. ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ വാക്കിങ് മാറ്റി ഡ്രൈവിങ്ങിന്റെ അതിലേക്ക് വെക്കുക. പക്ഷെ കിലോമീറ്റർ നോക്കണം കേട്ടോ. അത് നോക്കണം. അത് വലിയൊരു പോയിന്റാണ്. ഇത് അടിപൊളിയാണല്ലോ. ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം മാത്രമേ കുറച്ച് ഇതായിട്ടുള്ളൂ. ഇവിടെ തന്നെ ഇതാ 2 വരി 4 വരി റോഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റിലേക്ക് കൂടെ തിരിയാനുണ്ട് ഗോൾഡ് കോമ്പസിലേക്ക്. ഇത് KSRTC വരുന്നതാ, കർണാടക RTC. ഇതും KSRTC തന്നെയാണ്. ഇവിടെ ടൈം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5:40 വരെ. വെഹിക്കിൾ ആർ നോട്ട് അലൗഡ്. നമുക്കിനിപ്പോൾ നേരെ അതിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെയാണ് ഗോൾഡ് കോമ്പസ്. ഈ മുന്നിൽ കാണുന്നത് ഗോൾഡ് കോമ്പസിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം. ഇന്ത്യൻസിന് 25 രൂപയും വിദേശിയാണ് ഫോറിനേഴ്സിന് 300 രൂപയാണ്. നവീൻ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോവാം. ക്ലോക്ക് റൂമും ടിക്കറ്റ് കൗണ്ടറും ഇവിടെയാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് ഇതൊക്കെ എടുത്തല്ലേ. ഇനിയിപ്പോൾ നേരെ കയറാം. ഇവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഇതുവഴി നേരെ നടന്ന് ഈ കാണുന്നതാണ് ഗോൾഡ് കോമ്പസ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം അവധി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ അതൊന്നുമില്ല. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ, വെള്ളിയാഴ്ചകളിൽ അവധി ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ താജ്മഹലൊക്കെ വെള്ളിയാഴ്ച ക്ലോസ്ഡ് ആണല്ലോ. പക്ഷെ ഇവിടെ മ്യൂസിയം ഉണ്ട്. പക്ഷെ മ്യൂസിയം ഇന്നില്ല. അതുപോലെ ഇതാ ഇവിടെ ഓരോരോ ഇതൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം നമ്മുടെ ഗോൾഡ് കോമ്പസിന്റെ ആ ഒരു മെയിൻ ഭാഗത്തെത്തട്ടെ. നമുക്ക് മെയിനായിട്ട് കാണേണ്ട ഇതാണ്. പക്ഷെ അതിന്റെ ഇവിടെ തന്നെ പല പല നിർമ്മിതികളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലായിടത്തോട്ടും വരാം. ഗോൾഡ് കോമ്പസ് ഇതുവഴി നല്ല ഗാർഡൻസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ആ മേലെ ആ ഒരു ഇതുപോലെ അല്ലേ, അത് അങ്ങ് അവിടെയാണ്. ഇനി നമുക്ക് എല്ലാവരും അതിൻ്റെ അകത്തോട്ടൊക്കെ കയറുന്നുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ അകത്തോട്ടൊക്കെ കയറാം. അതുപോലെ തന്നെ അങ്ങ് ആ ഒരു ഭാഗത്ത് ഒരു മസ്ജിദിന്റെ ഇതുണ്ടല്ലോ. ഇവിടെ ഇതാ ഗോൾഡ് കോമ്പസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കന്നഡയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പിന്നെ ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ പോസ് ചെയ്യുക, എന്നിട്ട് ഇത് മൊത്തം വായിക്കാം. അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഈ ഗോൾഡ് കോമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മേലത്തെ ആ ഒരു താഴികക്കുടമില്ലേ,
അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്. ഈ ഗോൾ കോമ്പസിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് മസ്ജിദ് ഉള്ളത്. നേരത്തെ അവിടെ നിന്ന് കാണിച്ചല്ലോ. അതിൻ്റെ അകത്തുനിന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കൊണ്ടുപോയി ചെരുപ്പ് വെക്കാം. അതിൻ്റെ തന്നെ നീയം വെച്ചോ. നേരെ ഇങ്ങോട്ട് ചെരുപ്പൊക്കെ ഊരി ഇതിൻ്റെ അകത്ത് കയറി. ഇനിയിപ്പോൾ നേരെ ഇതൊക്കെ വഴി ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും മുകളിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് കയറാനുണ്ട്. ഇതുപോലത്തെ സ്റ്റെപ്പാണ്. തലയൊന്നും മുട്ടില്ല, നല്ല ഹൈറ്റ് ഉണ്ട്. നവീൻ വരുന്നുണ്ട്. ഇതാ ഇരുട്ടാന്ന്. കേറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ വഴിയാണ്. ആദ്യമേ കയറാനുണ്ട്, കുറേ കയറാനുണ്ട്. ഏറ്റവും മേലെ ഗാലറി ഏറ്റവും മേലെയാണ്. നമ്മൾ നേരത്തെ നടന്നു വരുന്ന വഴിയിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പണിയെടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെയാണ്. പക്ഷേ ഇതിലൂടെ വരാൻ പ്രത്യേകിച്ച് വേറെ വഴിയൊന്നുമില്ല. മുന്നിൽ കുറേ കാടാണ്. കുറച്ച് വളഞ്ഞിട്ടാണ് ഇപ്പുറത്തേക്കൂടെ റോഡുള്ളത്. ഇതിലൂടെ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ടോപ്പിലെത്തി. ഇനിയിപ്പോൾ ഒരു സെറ്റും കൂടെ കയറാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഗാലറീൻ്റെ അവിടെ എത്താം. താഴേണ്ടത് വെയിറ്റ് ഗാലറി എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ആയിരിക്കും. ഒന്നും കൂടെ കയറാനുണ്ട്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്. ഏറ്റവും ടോപ്പിലെത്തിയതാ വിജയപുരേൻ്റെ വലിയൊരു ഫുൾ വ്യൂ ഇവിടെ തന്നെ കാണാം. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അടിപൊളി. ഗോൾ കോമസിൻ്റെ താഴികക്കുടന്ന് ഞങ്ങൾ പറഞ്ഞില്ല, അത് ഇതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. അവിടെ നിന്നാണ് ക്രൗഡൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറി ഈ ഒരു ഗാലറിയിൽ. ഇതിങ്ങനെ ഇതിൻ്റെ ഷേപ്പായതുകൊണ്ട് ഭയങ്കര എക്കോയാണ്. താഴ്ന്നാ വന്നത്. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന്. നമുക്ക് പെട്ടെന്ന് വരുന്നൊരു ഭയമുളാക്കുന്ന രീതിയിലുള്ള തീർച്ചയായും. എന്തായാലും താഴ്ന്നേ നടന്നു വന്നല്ലോ. ഇവിടെ വന്നിട്ട് നിങ്ങൾ ആരും ഇതൊന്നും വരാതെ മിസ് ചെയ്യല്ലേ. അത്ര അടിപൊളി സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ ഏറ്റവും ടോപ്പിൽ കയറിയല്ലോ, ഇവിടുന്ന് നേരെ താഴെ കാണുന്നത് ശവകുടീരങ്ങളാണ്. ഒന്ന് രണ്ട് നാല് ശവകുടീരങ്ങളുണ്ട് ഇവിടെ ടോട്ടല്. ഒരു ഭയാനകം ഉളവാക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് നവി നേരത്തെ പറഞ്ഞതുപോലെ. ശബ്ദം എക്കോ ഭയങ്കര റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. കാരണം ഇതിന്റെ നിർമ്മിതി അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങാണ്, എക്സിറ്റ്. ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്. ഇതാ നമ്മളാ വഴിയാണ് വന്നത്. എന്തായാലും എന്താ ഒരു വ്യൂ. അതുപോലെ തന്നെ വിജയപുര പട്ടണത്തിന്റെ ആ നഗരത്തിന്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. കെട്ടിടങ്ങളൊക്കെ. അതെ. ഇതാണ് ആ നേരത്തെ കാണിച്ച മസ്ജിദ്. അതൊക്കെ ഇവിടെ ഉണ്ട്. നേരെ അവരൊക്കെ ഇറങ്ങി പോകുന്ന വഴിയുണ്ടാ, അതുവഴി. മെയിൻ ആ വില്ല ടൗണിന്റെ ഭാഗങ്ങളൊക്കെ ഇതാ. എൻ്റെ അമ്മോ, കിടിലൻ വ്യൂ. നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ കാണാം. അങ്ങ് വ്യാപിച്ച് കിടക്കുന്നുണ്ടാ. ആ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നത്. ഇവിടെയാണ് ആ ശവകുടീരങ്ങളുള്ളത്. ഇപ്പം നേരെ ഇതുവഴി പുറത്തോട്ട് പോവാം. എന്തായാലും വല്ലാത്തൊരു അനുഭവം തന്നെ ഇവിടുന്ന് കിട്ടിയത്. ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ മറ്റേ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ബാറ്ററി. അതിപ്പോൾ കാണുന്നില്ല, ഇവിടെ ലോക്കാക്കിയിട്ടുള്ള. നമ്മൾ ആദ്യം വന്ന് കണ്ട ഇതില്ലേ, ഈ ഒരു നിർമ്മിതി, ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ക്ലോസ് ആണ്. നമുക്കിനിപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണണ്ടേ, ആ ഒരു നിർമ്മിതിയൊക്കെ ഉള്ള ഒരു ഭാഗം.
ഇതൊക്കെ പഴയ കാലത്തെ നിർമ്മിതിയാണ്, പക്ഷെ അതിൽ കുറേ ഭാഗത്തൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് വലിയൊരു എന്താ പറയുക, ഒരു കോട്ടേൻ്റെ ഒരു ഭാഗം അങ്ങനെ എന്തെങ്കിലും ആവാം. ഉണ്ടോ, ഈ ഒരു ഫ്രണ്ട് ഭാഗം മൊത്തം തകർന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ എന്തായാലും ശേഷിപ്പായിട്ടുണ്ടല്ലോ. ഞങ്ങളിവിടെ നല്ലൊരു സ്ഥലം നോക്കിയിരുന്നു, കാരണം ഇത്ര നേരം നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്തതാണല്ലോ. ഇത് നല്ല എല്ലാവരും ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരിക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഗോൾ കോമ്പസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദിൽ ഷാഹി രാജവംശം പണിയെടുപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മിതിയാണ് വിജയപുരയിലത്തെ ഗോൾ കോമ്പസ്. ഈ വിജയപുര എന്ന് പറയുമ്പോൾ ബിജാപൂർ എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്, കാരണം അതിൻ്റെ പഴയൊരു പേരാണല്ലോ. അപ്പം 17-ാം നൂറ്റാണ്ടിലത്തെ ഒരു ശവകുടീരമാണ് ഈ ഗോൾ കോമ്പസ്. നമുക്ക് അതിനകത്തോട്ട് നമ്മൾ മുകളിൽ കയറി അപ്പോൾ അവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടു, ശവകുടീരം കണ്ടു, അതിലെ താഴേക്കൂടം കണ്ടു. അതായത് ആ വലിയൊരു എന്താ പറയുക ശവകുടീരും അതുപോലെ തന്നെ ആ ഒരു താഴേക്കൂടും, അത് തന്നെയാണ് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വാസ്തുവിദ്യേൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശവകുടീരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദിൽ ഷാഹി രാജവംശത്തിലെ 7ാമത്തെ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷാ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളുടെയും അവശിഷ്ടങ്ങളാണ് ഈ പറഞ്ഞ എന്താ പറയുക ശവകുടീരങ്ങളായിട്ട് ഇവിടെയുള്ളത്. നമുക്കിവിടെ വന്നാൽ തന്നെ എന്താ പറയുക, നമ്മൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ, കാരണം ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയാണ്. പ്രത്യേകിച്ച് എടുത്ത കാര്യം പറയാം, കാരണം നമ്മൾ ആ വിജയപുരം ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ വൃത്തിയൊന്നും ഇല്ല, പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക സെക്യൂരിറ്റിക്കാരൊക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മളോട് എന്താ പറയുക ബിഹേവ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഇതിൻ്റെ ഒരു പരിസരത്ത് നിന്ന് മറ്റൊരു പരിസരത്തേക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ വിസിലൊക്കെ അടിച്ചിട്ട് ഭയങ്കര രീതിയിൽ തന്നെ നമ്മളെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയിപ്പോൾ ഇവിടെ വേണമെങ്കിൽ കിടക്കാം, ഇരിക്കാം, കാരണം അത്ര നല്ല വൃത്തിയാണ് ഈ ഭാഗത്തെല്ലാം. നല്ല രീതിയിൽ തന്നെ ഈ പുല്ല് നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ ക്ലോക്ക് റൂം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പോവാം. നമ്മൾ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങി ഇവിടുത്തെ തിരക്ക് നോക്കിയേ, ഒരു ബസ് ആ ഭാഗത്തേക്കൊക്കെ ഇത് ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള വഴി തന്നെയാണ്. കർണാടകയിലെ തന്നെ ഒരു പൈതൃക നഗരമാണ് നമ്മുടെ ഈ ഒരു വിജയപുര. അതുപോലെ തന്നെ ഈ ഗോൾ കോമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രസ് ഉണ്ട് നമ്മുടെ മഹാരാഷ്ട്രയിലെ പന്തർപൂരിൽ നിന്ന് മൈസൂരിലേക്ക്. ഈ വിജയപുര എന്ന് പറയുന്ന നമ്മൾക്ക് പറയുമ്പം ബിജാപൂർ എന്ന് പറഞ്ഞു, കാരണം ഇതിൻ്റെ പേര് മുമ്പേ ബിജാപൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്തും ബിജാപൂർ എന്നാണ്, അതുകൊണ്ട് യാത്രക്കാരും പറയുന്നത് ബിജാപൂർ എന്നാണ്. കാരണം എന്താ പറയുക ബഹുമാനി സുൽത്താനേറ്റുകളാണ് ബിജാപൂർ എന്നൊരു നാമം ഈ ഒരു നഗരത്തിന് കൊടുത്തത്. പിന്നെ 2014 നവംബർ 1 കർണാടക ഗവൺമെൻറ് ഈ ആ ബിജാപൂർ എന്ന പേരിൽ നിന്ന് വിജയപുരയിലേക്ക് റീനെയിം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വിജയപുരം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാനുണ്ട്. പ്രത്യേകിച്ച് വരാണെങ്കിൽ ഒരു ശിവപ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഒരു 3.5-4 കിലോമീറ്റർ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളതാണ് നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി കഴിയാത്തത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗോൾ കോമ്പസിൽ, അതുകൊണ്ടാണ് നേരെ അങ്ങോട്ട് തന്നെ പോയത്. അതെ, പിന്നെ ബാരാക്കമ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടി ഉണ്ട്, അതും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ ബാക്കി ഡിസ്റ്റൻസ് ഈ പറഞ്ഞ പോലെ ഗോൾ കോമ്പസിലേക്ക്, അതുകൊണ്ടാണ് നല്ല രീതിയിൽ നമുക്കത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പം വിജയപുരൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇനിയിപ്പം ഇവിടുന്ന് നമ്മളിനി അടുത്ത ദിവസം നാട്ടിലേക്കാണ്. അപ്പോൾ ഒരു ട്രെയിൻ യാത്രയാണ്, അതിനൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസിനോട് ബൈ.